നമസ്കാരം. ഓർക്കാപ്പുറത്ത് വീണ് കിട്ടിയ ഒരു യാത്രയുടെ ആസ്വാദനത്തിൻ്റെ ലഹരിയിലാണ് ഈ പോക്ക്. ഇത് തിരുവനന്തപുരം KSRTCയുടെ നഗരക്കാഴ്ചകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ തുറന്നു കിടക്കുന്ന മുകളിൽ അപ്പർ ഡെക്കിലിരുന്നുള്ള യാത്രയാണിത് കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്, രസകരമായ കാഴ്ചകളുണ്ട്. നമുക്ക് നേരെ യാത്ര തുടങ്ങുകയാണ്. ചാലയിൽ നിന്നും, തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള ചാലയിൽ നിന്നും വാഹനം 7:30-ക്കാണ് എടുത്തത്. 7:30-ക്ക് എടുത്ത് നേരെ കടന്നു വരുന്ന ആദ്യം കാണുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ്. അത് കണ്ട് തൊട്ടടുത്ത് പഴവങ്ങാടി ഗണപതിയെ കണ്ട് നേരെ വണ്ടി യാത്ര തുടരുകയാണ്. കണ്ടക്ടർ ഓരോ സ്പോട്ടുകളും അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പഴയ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഓരോ സ്പോട്ടുകളും അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് കേൾപ്പിക്കാത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാറ്റടിക്കുന്നതിൻ്റെയും വാഹനങ്ങളുടെ ശബ്ദവും എല്ലാം കൊണ്ട് വളരെ അരോചകമായി റെക്കോർഡിങ്ങിൽ തോന്നിയത് കൊണ്ടാണ് അത് ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു, നമ്മൾ സ്റ്റാച്യു ജംഗ്ഷനും കഴിഞ്ഞ് ഇടത് സൈഡിൽ പട്ടം താണുപിള്ളയുടെ പ്രതിമയുണ്ട്. അതും കണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സൈഡിലാണത്. നേരെ ഇതാണ് പട്ടം താണുപിള്ളയുടെ പ്രതിമ. അതും കണ്ട് നമ്മൾ പാളയത്തേക്ക് എത്തുകയാണ്. റിലീജിയസ് ഹാർമണിയുടെ മകുടോദാരമായിട്ടുള്ള കേരളത്തിൻ്റെ പാളയം ജംഗ്ഷനാണ് ഈ കാണുന്നത്. പാളയം ഇവിടെ കൊന്നിമാറ മാർക്കറ്റുണ്ട്, പഴയ മാർക്കറ്റും കണ്ട് നമ്മുടെ പാളയം ചർച്ചും കണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇടത്ത് സൈഡിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്ന പോലീസ് സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഉണ്ട്. അതും കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ കണ്ടക്ടർ ഇങ്ങനെ ഓരോ സ്പോട്ടും വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് പൊതുവെ ആള് കുറവായിരുന്നു. അതിൻ്റെ ഡെക്കറിൽ, അപ്പർ ഡെക്കിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. താഴെ ഡെക്കിൽ ആൾക്കാരുണ്ടായിരുന്നില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടേറിയറ്റ് മന്ദിരം. അവിടെ നിന്ന് നമ്മൾ നേരെ മസ്കറ്റ് ഹോട്ടലൊക്കെ കഴിഞ്ഞ് നേരെ ഇത് 1800-കളിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ്. പള്ളിയൊക്കെ കണ്ടു. ഇത് നഗരസഭാ മന്ദിരമാണ്. നമ്മുടെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഓഫീസൊക്കെ ഈ സ്ഥലത്താണ്. നഗരസഭാ മന്ദിരമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ, മേയറുടെ ഓഫീസ്. ഇത് മ്യൂസിയത്തിൻ്റെ ഗേറ്റാണ്. സുവ മ്യൂസിയം ഇതിൻ്റെ എല്ലാം ഗേറ്റാണ്. കനകക്കുന്ന് കൊട്ടാരം ചുറ്റിയുള്ള പോക്കാണ് ഈ പോകുന്നത്. മറു സൈഡിലുള്ള ഗേറ്റാണിത്. രാത്രിയിൽ ഇപ്പോഴും സജീവമാണ് തിരുവനന്തപുരം സിറ്റി എന്നുള്ളത്. ഇത്തവണ പോയപ്പോൾ വളരെ മാറ്റങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ സംഭവിച്ചിട്ടുണ്ട്. സിറ്റി കുറച്ചുകൂടെ നീറ്റായിട്ടുണ്ട്, കുറച്ചുകൂടെ വെടിപ്പായിട്ടുണ്ട്. ചില കാഴ്ചകളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അസൗകര്യമുണ്ടായിരുന്നു, തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ എടുക്കാനുള്ള അസൗകര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ പോകുന്നത്. കസ്റ്റംസിൻ്റെ ക്വാർട്ടേഴ്സൊക്കെയാണ് കണ്ടത്. അങ്ങനെ കെൽട്രോൺ ആണ് ഈ കണ്ടത്. കെൽട്രോൺ കഴിഞ്ഞു. യാത്ര ആസ്വദിച്ചിരിക്കുന്ന ഞാൻ, ആൾക്കാർ വളരെ കൂലങ്കഷമായിട്ട് ആസ്വദിക്കുകയാണ്. ഇത് കവടിയാർ എത്തുന്നതിന് മുമ്പുള്ള ഒരു ഇതാണ്. നമ്മുടെ റിലയൻസിൻ്റെ അംബാനിമാരുടെ വീടിനോട് സാദൃശ്യമുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമായിരുന്നു അത്. ഇത് ലക്ഷ്മി പാർക്കാണ്. വളരെ രസകരമായി കാറ്റും കൊണ്ട് ഇത് യാത്ര ചെയ്യാൻ 200 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 200 രൂപയ്ക്ക് സിറ്റി മുഴുവൻ നമ്മളെ 1.5 മണിക്കൂർ കറക്കി
യാത്ര ചെയ്യിച്ച് തിരിച്ച് കൊണ്ടുവരും. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു യാത്രയാണെന്നേ ഞാൻ പറയുള്ളൂ. ടൂറിസ്റ്റായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ട ഒരു യാത്രയാണിത്. നമ്മളിപ്പോൾ കവടിയാർ എത്തിയിട്ടുണ്ട്. കവടിയാർ കൊട്ടാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടക്ടർ വിശദീകരിക്കുന്നുണ്ട്. കേട്ട് കവടിയാറിന് നേരെ തിരിച്ച് വീണ്ടും പാളയത്തിലേക്ക് നമ്മൾ പാളയത്തെത്തിയിട്ട് കവടിയാർ പാലസിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 800 മീറ്റർ 1 കിലോമീറ്ററോളം നടന്നാലേ കവടിയാർ പാലസിലെത്തുള്ളൂ. അവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. സത്യമാണ്. ഇവിടെ താഴെ രാത്രിയിൽ റോളർ സ്കേറ്റിങ്ങിന് തയ്യാറായിരിക്കുന്ന കുട്ടികളെ കാണാം. ഇത് വിവേകാനന്ദ പാർക്കാണിത്. ഇനി തിരിച്ച് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് പാളയത്തേക്ക് എത്തുകയാണ്. അപ്പം പാളയത്തെത്തി നമ്മൾ പാളയം ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പട്ടംതാണുപിള്ള പ്രതിമയുടെ സൈഡിലൂടെ വലത്തേക്ക് തിരിഞ്ഞ് പബ്ലിക് ലൈബ്രറിയൊക്കെ തിരിഞ്ഞ് നമ്മൾ ഇത് കടന്നു പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ മന്ദിരമാണ്. ഇത് AKG സെൻറ്ററിൻ്റെ പുതിയ ഓഫീസും പഴയ ഓഫീസാണ് ഇപ്പോൾ സൈഡിൽ കണ്ടത്. AKG സെൻറ്ററാണ് കണ്ടത്. പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള അലങ്കാരങ്ങളാണ് ഈ ചുമന്ന കളറിൽ നമ്മൾ കാണുന്നത്. ഇത് ജനറൽ ആശുപത്രി, കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് സെക്ടറിലുള്ള ആശുപത്രി എന്നാണ് അറിയപ്പെടുന്നത്. ജനറൽ ആശുപത്രി കഴിഞ്ഞ് നമ്മൾ ചാക്കയിലെത്തി. ഇനി നമ്മൾക്ക് ശംഖുമുഖത്തേക്കാണ് പോകേണ്ടത്. ശംഖുമുഖത്തേക്ക് പോകുമ്പോൾ ഉള്ള കുറേ ഏരിയ, അതായത് എയർപോർട്ടിൻ്റെ ഏരിയ, റൺവേ ഒക്കെ വീഡിയോ എടുക്കുന്നതിന് വിലക്കുണ്ട്. അങ്ങനെ അതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കി ഇപ്പോൾ നമ്മൾ ശംഖുമുഖത്തെത്തി തിരിച്ച് വീണ്ടും ചാലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് ഓൾ സെയിൻസ് കോളേജാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ NH 66 കടന്നു. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടന്നേക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് NH 66 2 സൈഡിലുമാണ്. ഇൻഫോ പാർക്ക് മുതൽ ഇങ്ങോട്ട് ഉള്ള കാഴ്ചകൾ മുഴുവൻ നിങ്ങൾക്കറിയാമല്ലോ. കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പനവേൽ വരെ നീണ്ടു കിടക്കുന്ന NH 66 സൈഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ കാണുന്നത് തിരുവനന്തപുരത്തെ ലുലു മാളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ മാളുകളിൽ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നാണ് ഈ തിരുവനന്തപുരം ലുലു മാൾ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ആക്കുളം കായലിൻ്റെ തീരത്താണ്. ഇനി നമ്മൾ ആക്കുളം എന്ത് രസം നിൽക്കുന്നു, മനോഹരം നിൽക്കും കാഴ്ചകൾ. രാത്രിയിൽ തീർച്ചയായും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് യാത്ര ചെയ്യാണ്ടാണ്. ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലിരുന്ന് മഴക്കാലമല്ലാത്തൊരു ദിവസം നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ KSRTCയോട് നന്ദി പറയാതെ യാതൊരു നിവൃത്തിയില്ല. ഇത് ആക്കുളം പാലമാണ്. ആക്കുളം പാലം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് അതിലൂടെ തന്നെ വരുന്ന ഇവിടെ യൂട്ടേൺ അടുത്താണ് തിരിയുന്നത്. ഇടയിൽ തിരിഞ്ഞ് വീണ്ടും നമ്മൾ ചാലയിലേക്ക് പോകും. ഇവിടെ നമ്മൾ NH 66 തന്നെ യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുത്ത് നേരെ ചാലയിലേക്കാണ്. 1.5 മണിക്കൂർ എടുക്കുന്ന 1.25 മണിക്കൂർ വരെ എടുക്കുന്ന യാത്രയാണ് ഈ KSRTC അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തിരുവനന്തപുരത്ത് വന്നാൽ തീർച്ചയായും ഈ യാത്രയൊന്ന് അനുഭവിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.